രാഹുൽ ഗാന്ധി ഇവിടെ വന്നാൽ പിണറായി വിജയനെയോ സംസ്ഥാന സർക്കാരിനെയോ വിമർശിക്കാറില്ല, പൊതുവെ വിമർശിക്കുന്ന കണ്ടിട്ടേയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, മോദിക്കെതിരെ ഞാൻ 24 മണിക്കൂറും സംസാരിക്കുന്നു, എനിക്കെതിരെ 24 മണിക്കൂറും പിണറായി വിജയൻ സംസാരിക്കുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഇന്നലെയും പറഞ്ഞു, ഇന്നും പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അപ്പോൾ പഴയ പേര് ഓർമ്മിപ്പിക്കരുത് എന്നാണ്, പഴയ പേര് വിളിക്കാൻ ഇടവരുത്തരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൽ കോൺഗ്രസ് നൽകുന്ന മറുപടി? എന്തിനാണ് രാഹുൽ ഇവിടെ വന്ന് പിണറായി വിജയനെതിരെ സംസാരിക്കുന്നത് എന്ന ചോദ്യവുമുണ്ട്. നേരത്തെ ചെയ്യാതിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു? അല്ല സ്മൃതി, ഇതിലൊരു സാമാന്യ മര്യാദയുണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിലെ കക്ഷിയിലെ ഒരു ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് പലവട്ടം സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഈ സംസ്ഥാനത്തുള്ള UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് അടക്കമുള്ള UDF നേതാക്കന്മാർ കൃത്യമായിട്ട് പറയും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇപ്പോൾ സമ്പത്ത് തന്നെ അവസാനം പറഞ്ഞു വെച്ച വാക്കുണ്ട്, BJP-യുടെ ഭരണകൂടത്തെ താഴെ ഇറക്കും. 17 സീറ്റ് മത്സരിക്കുന്ന ഇവരാ, മൊത്തം 50-60 സീറ്റ് താഴെ മത്സരിക്കുന്ന ഇടതുപക്ഷം എല്ലാം കൂടിയിട്ടാണ് BJP താഴെ ഇറക്കുന്നത്. 543 സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പോൾ 17 സീറ്റിൽ മത്സരിക്കുന്ന നിങ്ങൾ BJP താഴെ ഇറക്കും. എങ്ങനെ താഴെ ഇറക്കും? വിത്തൗട്ട് കോൺഗ്രസ് ആണോ? നിങ്ങൾ കോൺഗ്രസ് ഇല്ലാതെ താഴെ ഇറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാമാന്യ മര്യാദ രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ വന്ന് അദ്ദേഹം നിലവിൽ MP ആയിട്ടുള്ള സീറ്റിൽ ഇന്ത്യ മുന്നണി തന്നെ ഒരു സമുന്നത നേതാവ് ആനി രാജ മത്സരിച്ചപ്പോഴും അതിനെതിരെ ഒരിക്കൽ പോലും പറയാതിരുന്നത്. ആനി രാജ അടക്കം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം, പിണറായി വിജയൻ അടക്കം എത്രയോ വട്ടം രാഹുൽ ഗാന്ധി ആക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം അപ്പോഴൊക്കെ സാമാന്യ മര്യാദ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ലെഫ്റ്റ് നേതാക്കന്മാർ നമ്മുടെ സഹോദരന്മാരാണ്, മര്യാദയോടെയാണ് നമ്മൾ അവരെ കാണുന്നത് എന്നൊക്കെ. അതിനുശേഷവും ഒരിക്കൽ പോലും മോദിയെ, നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് വിമർശിക്കാൻ ധൈര്യം കാണിക്കാത്ത പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ നിരന്തരം ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് സംസാരിച്ചില്ലെങ്കിൽ മോശമായി പോവില്ലേ? അദ്ദേഹത്തിന് CPM-ആയിട്ട് ധാരണയുണ്ടെന്ന് തോന്നൂലേ? അങ്ങനെയില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല. നരേന്ദ്രമോദി 10 വർഷം ഈ രാജ്യത്ത് തുല്യമാണ്. ജിൻഡോ, ഈ CPM ആവർത്തിച്ച CAA വിഷയത്തിൽ നിങ്ങൾ ആരും മിണ്ടുന്നില്ല, രാഹുലും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലെയാണോ തിരിച്ച് മോദി എന്ന പേര് ഉച്ചരിക്കുന്നില്ല പിണറായി വിജയൻ എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത്? മോദി എന്ന പേര് പിണറായി വിജയൻ പറയുന്നത് പല പ്രസംഗങ്ങളും കേൾക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധിയെ ആക്രമിക്കണം എന്നുള്ളത് ആരുടെ അജണ്ടയുടെ ഭാഗമാണ്? അത് സംഘപരിവാറിന്റെ BJP-യുടെ അജണ്ടയുടെ ഭാഗമല്ലേ? CPM-ന്റെ നേതാവ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പാക്കിയ ജനവിരുദ്ധ നടപടികളെ കുറിച്ച് എണ്ണി പറയാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നില്ലല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ 8 വർഷക്കാലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ കേരളത്തിൽ നടത്തിയതും സമാനമാണ്. അഴിമതി ആയിക്കോട്ടെ, തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, പട്ടിണി ആയിക്കോട്ടെ, സ്ത്രീ പീഡനങ്ങളായിക്കോട്ടെ, ദളിത് ആദിവാസി ന്യൂനപക്ഷ വേട്ടകളായിക്കൊള്ളട്ടെ, കർഷകരോടുള്ള സമീപനമായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും നരേന്ദ്രമോദിക്ക് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ 8 വർഷക്കാലം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ അഡ്രസ് ചെയ്യുന്ന വിഷയത്തിൽ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ സംസാരിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇനി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ CAA-യുടെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ആസാമിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ന്യായ യാത്രയുമായി ബന്ധപ്പെട്ട് പോലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. നിരവധി തവണ അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ CAA പോലുള്ള കരി നിയമങ്ങൾ, ജനവിരുദ്ധ നിലപാടുകൾ, മതത്തിന്റെ പേരിൽ പൗരത്വം കൊടുക്കുന്ന നടപടികൾ ഉണ്ടാകില്ല എന്ന്. അത് മാത്രമല്ല, 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരിക്കലെങ്കിലും ഏതെങ്കിലും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൗരത്വത്തെക്കുറിച്ച് ഭയക്കേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് മരിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം നോട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്. എത്രയോ ഇത്തരം സാഹചര്യം നടന്നിട്ടുണ്ട്. അന്നൊന്നും കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ ഒരു മനുഷ്യനും ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിണറായി വിജയൻ CAA കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. അത് സംഘപരിവാറിന്റെ അജണ്ടയാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് വിതയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ CAA കുറിച്ച് നിരന്തരം പറയുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് പ്രസംഗിച്ചപ്പോൾ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു. നരേന്ദ്രമോദിക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ കലാപാഹ്വാനത്തിന് കേസെടുക്കും. നരേന്ദ്രമോദിയുടെ കോലം ഞങ്ങൾ കത്തിക്കുമ്പോൾ കലാപാഹ്വാനത്തിന് കേസെടുക്കും. നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി നടത്തിയെന്ന് പറഞ്ഞാലും കലാപാഹ്വാനത്തിന് കേസെടുക്കും പിണറായി വിജയന്റെ പോലീസ്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനും പിണറായി വിജയനും സംഘപരിവാറിനേക്കാൾ വലിയ സംഘഭക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ഞങ്ങൾ BJP-യെ ഏത് രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ ആശയപരമായി കൃത്യമായിട്ടുള്ള ദൃഢതയോടുകൂടിയാണ് 8 വർഷത്തെ പിണറായി സർക്കാരിനെയും ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. അതിനുള്ള മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാവണ്ടേ? ഇവിടെ ഒരു അതിജീവിത 6 ദിവസക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വരാന്തയിൽ സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാ? അവരോടൊപ്പം നിന്ന അനിത സിസ്റ്ററിന് വേണ്ടിയിട്ടാ. പിണറായി വിജയന് മറുപടി ഉണ്ടോ? മറ്റൊരു സ്ത്രീ അവരുടെ വയറ്റിൽ കത്രി
യാന്ത്രികമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അവർക്കോട് നീതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കേരളത്തിലെ ആരോഗ്യ രംഗത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് കഴിപ്പിച്ച സർക്കാരിന്റെ പേരെന്താ? പിണറായി സർക്കാർ എന്നല്ലേ? ഇവിടെ ഏത് മേഖലയിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പൗരത്വത്തെ വിഷയം മാത്രം എടുക്കുന്നത്? പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA മാത്രമല്ല അത്തരത്തിലുള്ള മുഴുവൻ കരി നിയമങ്ങളും കാലാനുസൃതമായിട്ട് മാറ്റി പൊളിച്ചെഴുതി ഇവിടുത്തെ ജനാധിപത്യ ഈ രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ CAA മാത്രമല്ല, UAPA മാത്രമല്ല. UAPA കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത പിണറായി വിജയന്റെ കാലത്തല്ലേ? 145 കേസുകൾ. അലനും താഹയും അടക്കമുള്ള എന്തിനാ UAPA നിയമപ്രകാരം കേസെടുത്തത്? UAPയുടെ പിതൃത്വമാർക്കാണ്. അല്ല, UAPA വന്നത് ഏത് നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക്, ആഭ്യന്തര സുരക്ഷയ്ക്ക്, മറ്റ് പല കാര്യങ്ങൾക്കും UAPA പോലുള്ള നിയമങ്ങൾ വരണം. പക്ഷേ ആ നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണം, ആർക്കെതിരെ നടപ്പാക്കണം എന്നുള്ളത് ഭരിക്കുന്ന സർക്കാരിന്റെ വിവേചന ശേഷിയാണ്. ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കുന്ന ആർക്കെതിരെയാ? അലനും താഹയ്ക്കുമെതിരെ. അവിടെ സ്റ്റാൻ സാമിയെ പോലുള്ള ആളുകൾക്കെതിരെ നരേന്ദ്രമോദി നടപ്പാക്കുന്ന അതേ നയങ്ങൾ തന്നെയാണ് പിണറായി വിജയനെ പോലുള്ള ആളുകൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന അലനെയും താഹയും പോലുള്ള ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ചുമത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. എന്നിട്ടും ഈ ഇന്ത്യ സഖ്യത്തെ പൊളിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ BJP എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.